ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നമുക്ക് വീട്ടിൽ പോകുന്ന ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. വീട്ടിലെ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊന്നുണ്ടൊക്കെ വിശേഷം എന്താന്ന്. അപ്പം അവർ പഞ്ചാബിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, ലീവിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടിപ്പം ഒരാഴ്ചയായിട്ട് ആയിട്ടുള്ളൂ. അപ്പം എനിക്കിങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അവളേനെ അല്ല കേട്ടോ, കുട്ടീനെ. അവളേനെ കണ്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ പൊന്നുമുത്തനെ കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് 3 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. മറ്റൊരു സംഭവം നടന്നതിന് ശേഷം ഞാൻ പിന്നെ ആ ചടങ്ങിനും കാര്യത്തിനായിട്ട് കുട്ടികളായിട്ട് പോയതിന് ശേഷം പിന്നെ വീട്ടിൽ പോയിട്ടില്ല കേട്ടോ. എന്തോ എനിക്കൊരു നെഗറ്റീവ് എനർജി പോലെ തോന്നി ഇവിടെ ഇരിക്കാം നല്ലതെന്ന്. പക്ഷെ ഇപ്പം മാറി, കാരണം പൊന്നു വന്നിട്ടുണ്ട്, കുട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നല്ലൊരു ആളിണക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ പറയുക, പഴയ ഒരു വൈബിലേക്ക് തിരിച്ചു വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, പൊന്നിയുടെ കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു കുട്ടികളെ എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ സ്വന്തമല്ലേ. അപ്പം എന്തായാലും പോകുമ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ വീട്ടിൽ പോകുന്ന ദിവസങ്ങളൊന്നും ഫോണോ ക്യാമറയോ ഒന്നും പുറത്തേക്ക് എടുക്കാറില്ല, ക്യാമറ ഒന്നും കൊണ്ടുപോകാറില്ല. പക്ഷെ ഇന്ന് എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. അവനെ കാണിച്ചിട്ട് കുറേ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിതേ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പം എൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ വേഗം തീർത്തിട്ട് പോവാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ മേല് മാത്രമേ കഴുകിയുള്ളൂ കേട്ടോ, തല നനച്ചില്ല. എനിക്ക് ചെറുതായിട്ടൊരു തുമ്മലും കാര്യങ്ങളും, അപ്പം ഇനി ജലദോഷത്തിൻ്റെ ആരംഭം തോന്നിയതുകൊണ്ട് തലമുടി നനച്ചില്ല. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഇപ്പോൾ എവിടെ പോകുമ്പോഴും ആദ്യം എൻ്റെ കയ്യിലേക്ക് കിട്ടണം കേട്ടോ. എന്നെ നിറച്ചാൽ ഇത് ഇസ്തിരി ഇടേണ്ട ആവശ്യമില്ല. എപ്പോഴും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, 1-2 കൊല്ലത്തി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് കയ്യിൽ കിട്ടിയാൽ പിന്നെ ഞാനത് എടുക്കും കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു എന്താ പറയുക, ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. മേക്കപ്പ് വീഡിയോകൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഇപ്പം നമുക്ക് ഈ കാണുന്നവർക്ക് അറിയാം നമുക്ക് ഇത്രേ അറിയുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് കാണണോണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ വല്ലാണ്ട് അത് വേണ്ട എന്ന് പറയണില്ല. ഇതിപ്പോൾ മേക്കപ്പ് അല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്കിൻ കെയർ ആണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. നിയാസിനമൈഡ് സീറം എടുത്തിട്ട് അതൊന്ന് ഒരു 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് എൻ്റെ കണ്ണ് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കുറച്ച് ഉറക്കത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെയോ ചെറിയതായിട്ടൊരു പ്രശ്നങ്ങളുണ്ട്. എനിക്ക് രാത്രി ഒന്നും ഉറക്കമൊന്നും ശരിയാവണില്ല. പിന്നെ ഇപ്പോൾ ചൂട് തുടങ്ങിയില്ല, ഇവിടെ നല്ല ചൂടാണ്. അപ്പം കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഐ ക്രീം ഇട്ട് കൊടുക്കാൻ കേട്ടോ, ബെല്ലാവിറ്റയുടെ ഐ ക്രീമാണ്. പിന്നെ ഞാനിതെൻ്റെ മോയ്സ്ചറൈസർ വീണ്ടും, ഇതിന് മുന്നേ ഫോക്സ് സ്റ്റൈലിൻ്റെ വേറെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു, അപ്പം അത് തീർന്നു. അപ്പം അതുകൊണ്ട് ഇതെടുത്തു, പേളിൻ്റെ ഫോക്സ് സ്റ്റൈലിൻ്റെ പേളിൻ്റെ മോയ്സ്ചറൈസർ കേട്ടോ. ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഇങ്ങനെ പേള് പോലെ കിടക്കും. ഇതൊരു ജെല്ലാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ഗ്ലോസി ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്. ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു നാച്ചുറൽ ഗ്ലോ വന്നില്ലേ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. എന്നാൽ ഒട്ടും സ്റ്റിക്കി അല്ല, നമുക്കിങ്ങനെ ഫേസിൽ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഫീലേ വരില്ല. പിന്നെ വേനൽക്കാലം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫോക്സ് സ്റ്റൈലിൻ്റെ മാറ്റിഫൈങ് സൺസ്ക്രീനാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ തീരെ കട്ടിയില്ല കേട്ടോ. നമുക്കിങ്ങനെ നമ്മളെ മുഖത്ത് നമ്മളൊരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നിയില്ല. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്നത് ഏറ്റവും സുഖമുള്ള കാര്യം. പിന്നെ ഇത് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ സ്കിൻ കെയർ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത സാധനങ്ങളാട്ടോ ഇതൊക്കെ. അപ്പം സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കണേ, കണ്ണിൻ്റെ അടിയിലൊക്കെ വിയർപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ കേട്ടോ, ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. എനിക്ക് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അപ്പം എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ വിയർക്കും. എന്നാൽ വേറെ എന്താ പറയുക, വേറെ ഇതിപ്പോൾ നമ്മുടെ മീശയുടെ ഭാഗമല്ലേ, മീശയല്ല മുഖിൻ്റെ താഴെ അവിടെ കണ്ണിൻ്റെ അടിയിൽ ഒക്കെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വിയർക്കും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് കാലാവധി കഴിഞ്ഞിട്ട് പോവും ഈ സാധനം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട്. അപ്പോൾ ശരിക്കും എൻ്റെ കറക്റ്റ് ടോണിലുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ, ലാക്മേയുടെ. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഷോപ്പിൽ നിന്നല്ല, എവിടെ നിന്നാണ് വാങ്ങിയത്, നമ്മൾ നെസ്റ്റോളിട്ട് പോയിട്ട് വാങ്ങിയതാണ് തോന്നുന്നുണ്ട് കേട്ടോ. നെസ്റ്റോ തന്നെയാണ് തോന്നുന്നുണ്ട്. ഞാനും അമ്മയും കൂടി പോയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി ഒരേപോലത്തെ. പിന്നെ ഇത് മാർസിൻ്റെ
പൗഡർ വെച്ചിട്ട്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ആ വിയർപ്പ് വന്നതൊക്കെ ഒന്ന് സെറ്റ് ആക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരല്ല, കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാർസിൻ്റെ ബ്രോ പെൻസിലാട്ടോ. നമുക്ക് തീരെ നേരമൊന്നുമില്ല, പെട്ടെന്ന് ബ്രോ ഒക്കെ ചെയ്യണം വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കറക്റ്റ് ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ കീറോൻ്റെ വേറെ ലിപ്സ്റ്റിക്. എല്ലാത്തിൻ്റെയും ഷെയ്ഡ് നെയിം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് ഏതൊക്കെയാണെന്ന് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടണില്ല. ഇപ്പം ഏകദേശം ഡ്രസ്സിൻ്റെ അതേ ഒരു കളറ് വന്നില്ലേ. പിന്നെ ഞാനൊരു പൊട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കണ്ണെഴുതുക അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണില്ല ഞാൻ. കണ്ണട കൂടെ വെച്ചു. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഗ്ലാസ് വെക്കാറുണ്ട്. അപ്പോൾ ഇത് പവർ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ വായിക്കേണ്ടി വരിക, ഫോൺ എടുത്ത് നോക്കേണ്ടി വരിക ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് കണ്ണിപ്പം പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സും കൂടി വെച്ചു. എൻ്റെ ചെടികൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പം എൻ്റെ ചെടികൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം എല്ലാം കൂടെ കക്കിരി വിക്കിരി ആയിട്ടാണ് ഇരിക്കണത്. ഇത് എവിടെ വെറുതെ നിലത്തൊക്കെ വെച്ചിട്ടില്ലേ, അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതാ വേഗം വീട്ടിലെത്തി. നമ്മുടെ വീട്ടിൻ്റെ മുറ്റം കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രത്തോളം ഒരു സംഭവം ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പൈഡർമാൻ എന്താ പൊന്നിയുടെ കുട്ടിയും ഒക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ലീവിന് വന്നതാണ് കേട്ടോ. അവർ പഞ്ചാബിലായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സൊക്കെ അവരുടെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോകളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് തന്നെ ഏതൊരു ഇതിൽ കൂടെയാണ് നമ്മൾ പോയോണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനും ഒന്നിനും പറ്റിയ ഒരു സമയമല്ല. ഇപ്പോഴാണ് ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോഴാണ് ഞാൻ ഓരോരുത്തരായിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. കുട്ടികളെ കാണിച്ചു തന്നു. എനിക്ക് തന്നെ അതുപോലെ തന്നെ ഒരു 2 കൊല്ലം മക്കളെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടേ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ കാര്യം. അവൻ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാം കേട്ടോ. പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അവൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും പാട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം അവൻ്റെ കളികളും പിന്നെന്താ വീട്ടിൽ ചെന്ന് ഇപ്പം വീട്ടിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞില്ലേ, അവനെ കാണാൻ വേണ്ടിയിട്ടല്ല, ആ കൊതിയോണ്ട് വീട്ടിൽ ചെല്ലാൻ ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ആവേശമാണ്. എന്ത് ഏത് പൂ വേണോ കുട്ടിക്ക്? ഏത് ഈ ഇല വേണോ? ഇല വേണോ? ഇതാ ഓ ഇത് ഇതാ ബാക്കി 2 ഉള്ളത് അമ്മയ്ക്ക്. ബിരിയാണി ഉണ്ടാക്ക കുട്ടി, ബിരിയാണി ഉണ്ടാക്ക. വീട്ടിൽ പോയാൽ എനിക്ക് വല്ലാണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെയാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ അവരെ കാണുമെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പൊന്നുണ്ട്, കുട്ടീൻ്റെ. പിന്നെ അമ്മേനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അമ്മേനെ ഓടിച്ചു കേട്ടോ. എന്താ വെച്ചാൽ അടുക്കളയിൽ ആകെ നല്ല ചളി പിടിച്ചിട്ട് നിൽക്കുകയാണ്. ചളിയല്ല, അടുക്കള പണികളുടെ ഇടയിൽ ആകെ വിയർത്ത് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കല്ലേ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ അമ്മയെ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. പൊന്നു അച്ചു ഇത് നോക്ക്.